ജൂൺ 8 കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ. പുത്തൻചിറ ഗ്രാമത്തിൽ മങ്കടിയാൻ തറവാട്ടിൽ തോമ താണ്ട ദമ്പതികളുടെ മൂന്നാമത്തെ സന്താനമായി 1876 ഏപ്രിൽ 26 തീയതിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ചത്. ഇളം പ്രായം മുതൽ ദൈവഭക്തയായ അമ്മയുടെ മടിയിലിരുന്ന് നുകർന്നെടുത്ത ദൈവ മനുഷ്യ സ്നേഹത്തിന്റെ സുവർണ മന്ത്രങ്ങൾ ത്രേസ്യ തന്റെ ജീവിതശൈലിയാക്കി മാറ്റി. അസാമാന്യ ബുദ്ധി വൈഭവവും ഓർമ്മശക്തിയും ഉണ്ടായിരുന്ന ത്രേസ്യയ്ക്ക് കളരി വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാല്യ കൗമാര കാലഘട്ടത്തിൽ തന്നെ അസാധാരണമായ അനേകം ആത്മീയ അനുഭവങ്ങളും ദർശനങ്ങളും വിശുദ്ധ മറിയം ത്രേസ്യയ്ക്കുണ്ടായി. വിശുദ്ധയായി ജീവിക്കാനുള്ള അതിതീക്ഷ്ണമായ ആഗ്രഹം എല്ലാ ലൗകിക പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്ന ഇച്ഛാശക്തിയായി രൂപാന്തരപ്പെട്ടു. ബാലികയായിരുന്ന മറിയം ത്രേസ്യയ്ക്ക് പ്രാർത്ഥന നിർലീനമായിരുന്ന അവസരങ്ങളിൽ പലപ്പോഴും സ്വർഗീയ ദർശനങ്ങൾ ലഭിക്കുമായിരുന്നു. ആഴ്ചയിൽ 4 പ്രാവശ്യം ഉപവസിക്കുക, ജപമാല ചൊല്ലുക, രാത്രിയുടെ നീണ്ടയാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നീ മാർഗങ്ങളിലൂടെ അവൾ ദൈവത്തോട് ലയിച്ചു ചേരാൻ ആഗ്രഹിച്ചു. 6-ാമത്തെ വയസ്സിൽ പ്രഥമ കുമ്പസാരം നടത്തിയ മറിയം ത്രേസ്യ 12-ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. 1902 വാരാപ്പുഴയിലെ പുത്തൻപള്ളിൽ വിധേയത്തിൽ കുടുംബാംഗമായ ജോസഫ് വിധേയത്തിൽ അച്ഛനെ മറിയം ത്രേസ്യ തന്റെ ആത്മീയ നിയന്താവായി തിരഞ്ഞെടുത്തു. മറിയം ത്രേസ്യയുടെ ജീവിതത്തിലുടനീളം എല്ലാ സഹനവേളകളിലും പരീക്ഷണാനുഭവങ്ങളിലും സ്വന്തം ജനത്തിന്റെ തെറ്റിദ്ധാരണകളിലും രൂപതാധ്യക്ഷന്റെ ദൈവാഹിത അന്വേഷണാർത്ഥമുള്ള ഇടപെടലുകളിലും അവൾക്ക് ഭൂമിയിലുണ്ടായിരുന്ന ഏക ആശ്രയം ദേവദാസനായ വിധേയത്തിലച്ഛൻ തന്നെയായിരുന്നു. ഏകാന്തതയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കൊതിച്ച മറിയം ത്രേസ്യ തന്റെ പ്രാണപ്രിയനായ യേശുവിനോട് ഒന്നാകുന്നതിന് വീട്ടിൽ നിന്നകന്ന് സന്യാസത്തിന്റെ അകത്തളങ്ങളിൽ പ്രവേശിക്കാൻ കൊതിച്ചു. 1912 നവംബർ 26 അന്നത്തെ തൃശൂർ രൂപത മെത്രാൻ അഭിവന്ധ്യ ജോൺ മേനാശ്ശേരി ത്രേസ്യയെ ഒല്ലൂർ കർമ്മലീത്ത മഠത്തിലേക്ക് അയച്ചു. അവിടെ വെച്ചാണ് വിശുദ്ധ ഏവുപ്രാസിയമ്മയും മറിയം ത്രേസ്യമ്മയും കണ്ടുമുട്ടുന്നത്. പിതാവിന്റെ ആഗ്രഹപ്രകാരം ഒല്ലൂർ കർമ്മലീത്ത മഠത്തിൽ താമസമാക്കിയെങ്കിലും തന്റെ ദൈവവിളി ആ മഠത്തിലേക്കല്ലെന്ന ബോധ്യമായ മറിയം ത്രേസ്യ 1913 ജനുവരി 27 തീയതി ഒല്ലൂർ മഠത്തിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് പുത്തൻചിറയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പുത്തൻചിറയിൽ തിരിച്ചെത്തിയ മദർ മറിയം ത്രേസ്യയ്ക്ക് ഒരു ഏകാന്ത ഭവനം നൽകാൻ ആത്മീയ ഗുരു കൂടിയായ ജോസഫ് വിധേയത്തിലച്ഛൻ ആഗ്രഹിച്ചു. 1913 സെപ്റ്റംബർ 23 മെത്രാനച്ഛന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഊക്കൻ യോഹന്നാൻ അച്ഛൻ ഏകാന്ത ഭവനം വെഞ്ചരിച്ചു. കുടുംബങ്ങളാണ് സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഇറ്റിലമെന്ന് മനസ്സിലാക്കിയ മറിയം ത്രേസ്യ കുടുംബ സമുദ്ധാരണം ജീവിതവ്രതമായി എടുത്തു. സാഹചര്യങ്ങൾ തീർത്ത പ്രതികൂലമായ കാലഘട്ടത്തിൽ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാനുള്ള മറിയം ത്രേസ്യയുടെ പ്രേഷിത തീക്ഷ്ണത 1914 മെയ് 14 ദൈവം ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കാൻ മറിയം ത്രേസ്യയെ കരുവാക്കി. യോഹന്നാൻ മേനച്ചേരി പിതാവ് പുത്തൻചിറ പള്ളിയിലെത്തി തിരുക്കുടുംബ സന്യാസ സമൂഹത്തെ അംഗീകരിച്ചു. തിരുക്കുടുംബ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായ മങ്കടിയാൻ ത്രേസ്യയ്ക്ക് സിസ്റ്റർ മറിയം ത്രേസ്യ എന്ന പേരോടെ സഭാവസ്ത്രം നൽകുകയും നിത്യവ്രത വാഗ്ദാനം നടത്തുകയുമുണ്ടായി. സ്ത്രീകൾ സ്വന്തം വീട് വിട്ട് പുറത്തിറങ്ങുന്നത് നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ ഹൃദയത്തിൽ ദൈവസ്നേഹാഗ്നിയും കാലിൽ ചിറകുമായി ത്രേസ്യ തനിക്ക് ചുറ്റുമുള്ള പാവപ്പെട്ട ക്ലേശമനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് ധീരതയോടെ ഇറങ്ങിച്ചെന്നു. രോഗികളെ, പ്രത്യേകിച്ച് സ്വന്തം കുടുംബാംഗങ്ങളാൽ പരിത്യക്തരായി വസൂരിയും മറ്റു സാംക്രമിക രോഗങ്ങളും ബാധിച്ചവരെ അവൾ ശുശ്രൂഷിച്ചു. മരണാസന്നരെ നല്ല മരണത്തിനൊരുക്കിയും രോഗികളായി മരിക്കുന്നവരുടെ അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചും തന്റെ സഹായം ആവശ്യമുള്ള കുടുംബങ്ങളിൽ പ്രവാചക ധീരതയോടെ മറിയം ത്രേസ്യ കടന്നു ചെന്നു. പാപികൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ച മറിയം ത്രേസ്യ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി ഉപവസിച്ചു. അവരെ സന്ദർശിച്ച് സതുപദേശങ്ങൾ നൽകിപ്പോന്നു. അറിവിന്റെ വെളിച്ചത്തിനായി ദാഹിച്ചിരുന്ന ആ നാട്ടിലെ പെൺകുട്ടികൾക്ക് പള്ളിക്കൂടങ്ങൾ നിർമ്മിച്ച് അറിവിന്റെ പടിവാതിലുകൾ തുറന്നുകൊടുത്ത ധീരയായിരുന്നു മറിയം ത്രേസ്യ. മാനുഷികതയുടെ അത്യുദാരവും ഉദാത്തവും കരുണാമസൃണവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഗ്രാമത്തിന്റെ ഹൃദയം കവർന്ന മറിയം ത്രേസ്യ പുത്തൻചിറ നാടിന്റെ മക്കൾക്ക് അമ്മയായി മാറി. ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവമക്കളെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ പ്രായോഗികമാകൂവെന്ന് മറിയം ത്രേസ്യ തിരിച്ചറിഞ്ഞിരുന്നു. തന്റെ ജീവിത ദൗത്യം വിജയകരമായി പുരോഗമിക്കവേ 50-ാമത്തെ വയസ്സിൽ കാലിലുണ്ടായ മുറിവ് മൂലം രോഗബാധിതയായ മറിയം ത്രേസ്യ തലമുറകൾക്ക് കൈത്തിരി കൊളുത്തിക്കൊണ്ട് 1926 ജൂൺ മാസം 8 തീയതി കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പരിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ
വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിലേക്ക് ഉയർത്തിയ മദർ മറിയം ത്രേസ്യയെ 2019 ഒക്ടോബർ മാസം 13-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ആയി നാമകരണം ചെയ്തു. ആധുനികതയുടെ ഗതിവേഗത്തിൽ താളം നഷ്ടമാകുന്ന കുടുംബങ്ങൾക്ക് മദർ മറിയം ത്രേസ്യ ഒരത്താണിയാണ്.